ഇപ്പൊ രാജാവ് മഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്ന ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ മാത്യു കുഴൽനാടനെ ഒരുപാട് ശല്യം ചെയ്തു, ഒരുപാട് ശല്യം ചെയ്തു. പക്ഷേ അദ്ദേഹം ഇപ്പോഴും അതിൻ്റെ പുറകിലുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതാണ് ജനസേവനം, അതാ ചെയ്യേണ്ടത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഒക്കത്തില്ല. മാത്യു കുഴൽനാടൻ വായിക്കുന്ന ഞാൻ കേട്ടു. അതിനകത്ത് ആ ഓട്ടം ഞാൻ കണ്ടില്ല, പക്ഷേ അദ്ദേഹം വായിക്കുന്ന ഞാൻ കേട്ടു. അതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്നറിയോ? മൺസൂൺ വന്ന് ഈ മണൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എളുപ്പം അതിന് കോൺട്രാക്ട് കൊടുക്കണമെന്ന്. അപ്പം ഈ എവിടെ വെള്ളപ്പൊക്കം ഒഴിവാക്കാനെന്ന എല്ലാവരും ധാരണ, ഈ പാവങ്ങളുടെ ധാരണ വെള്ളപ്പൊക്കം ഒഴിവാക്കാനൊന്നും അല്ല, യവന്മാർക്ക് മണ്ണ് വാരി തിന്നാനാണ് ഇത് മുഴുവൻ, അല്ലാതെ വേറൊന്നിനുമല്ല. മണൽ പൊഴിച്ചെടുക്കാൻ. അത് ഇതേവരെ ഇത് ആളുകളെ ശ്രദ്ധപ്പെടുന്നുണ്ടോ? ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ 2 അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നല്ലോ അവിടെ. അപ്പോൾ ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞ എന്താണ്? അത് അന്വേഷിക്കണം, അന്വേഷിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം. അന്വേഷിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതുപോലെ തന്നെ വേറെ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന ആള് ഏത് ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞാൽ അവരന്വേഷിക്കട്ടെ, അതാ ചെയ്യാം. ഇത് പറയാനുള്ളത് ഒരു ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ. അതായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പോ അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടുവല്ലേ? കൈ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? ജനങ്ങൾക്കൂടെ മനസ്സിലാക്കണ്ടേ ശുദ്ധമെന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ, രാഷ്ട്രീയക്കാർ, അവർക്ക് അഴിമതിയും അക്രമവും നടത്താൻ അവർക്ക് ലൈസൻസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അവർക്ക് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് ഈ കരിമണൽ എന്ന് പറയുന്നത്. സ്വർണത്തിൻ്റെ വിലയുള്ള സാധനമാണ് അത്. കരിമണൽ കറുത്തായിക്ക് മുഴുവൻ അതങ്ങോട്ട് കൊടുക്കുക, വളരെ തുച്ഛമായ വിലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ കേരളം സ്വർഗമായി മാറിയാലേ മറ്റൊരു ദുബായ് ആയി മാറേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ അതേപോലെ എണ്ണ കുഴിച്ചെടുക്കുന്നതിനേക്കാൾ വലുതാണ് ഇത്. ആ എണ്ണയ്ക്ക് ഇത്രയൊക്കെ ഒരുപാട് ജോലി ചെയ്തേ എണ്ണ കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും വേണ്ട, ചുമ്മാ വാരിയെടുത്താൽ മതി. അപ്പം ഇത് മാത്രമല്ല, ഇതിനകത്ത് സംഭവിച്ചേക്കുന്നത് എന്താണ്? ഇവിടെ തോട്ടപ്പള്ളി അവിടെ വന്ന് അപ്പം ആ പൊഴി മുറിച്ചില്ലെങ്കിൽ ഇവിടെ വെള്ളം കയറുന്നു കേട്ടോ. കുട്ടനാട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൻ്റെ കാരണം തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കാത്തതാണെന്നാണ്. അതുകൊണ്ട് ഈ പുഴ മുറിക്കണം. അപ്പോൾ പൊഴി മുറിക്കുന്നതിന് പെട്ടെന്ന് ഇവർക്ക് തന്നെ അങ്ങ് കോൺട്രാക്ട് കൊടുക്കുകയാണ്, കരാർ കൊടുക്കുകയാണ്. ആ കരാർ കൊടുത്തതിന് മാത്രമല്ല, അതിനകത്ത് ആ ഓർഡറിനകത്ത് എഴുതിയേക്കുന്ന ഒരു വാചകം ഇന്നാളെ ശ്രീ മാത്യു കുഴൽനാടൻ വായിക്കുന്ന ഞാൻ കേട്ടു. അതിനകത്ത് ആ ഓർഡർ ഞാൻ കണ്ടില്ല, പക്ഷേ അദ്ദേഹം വായിക്കുന്ന ഞാൻ കേട്ടു. അതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്നറിയോ? മൺസൂൺ വന്ന് ഈ മണൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എളുപ്പം അതിന് കോൺട്രാക്ട് കൊടുക്കണമെന്ന്. അപ്പം ഈ എവിടെ വെള്ളപ്പൊക്കം ഒഴിവാക്കാനെന്ന എല്ലാവരും ധാരണ, ഈ പാവങ്ങളുടെ ധാരണ വെള്ളപ്പൊക്കം ഒഴിവാക്കാനൊന്നും അല്ല, യവന്മാർക്ക് മണ്ണ് വാരി തിന്നാനാണ് ഇത് മുഴുവൻ, അല്ലാതെ വേറൊന്നിനുമല്ല. മണൽ പൊഴിച്ചെടുക്കാൻ. അത് ഇതേവരെ ആളുകളെ ശ്രദ്ധപ്പെടുന്നുണ്ടോ? ഇത് ഒന്നുമില്ല. അത് ഇതിൻ്റെ പുറകെ നടക്കുന്നത് ശ്രീ മാത്യു കുഴൽനാടനുണ്ട്, പിന്നെ അതുപോലെ ഷോൺ ജോർജ് നടക്കുന്നുണ്ട്. പിന്നെ അത് ഒരുപാട് കണക്കുകൾ അങ്ങ് പറയാണ്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, കൈകൾ നീട്ടി കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കണം ജനങ്ങളുടെ മുമ്പിൽ. നേരും ചൊവ്വയും പറഞ്ഞാൽ എന്താ കാര്യം? PV എന്ന് പറയുന്ന ഞാനൊന്നും അല്ല. പക്ഷേ ഈ PV എന്ന് പറയുന്ന ആള് ഈ വീണയുടെ പിതാവാണെന്നുള്ളത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് നിഷേധിക്കുമെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ഇല്ലെന്നാണ്, നിഷേധിക്കാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ പോവാണ്. എന്താണ് ഇത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ആർക്കെങ്കിലും സമയമുണ്ടോ? പലപ്പോഴും ആരും ഇതിന് ഇറങ്ങത്തില്ല, ആരും ചോദിക്കത്തില്ല, നോക്കത്തില്ല. അപ്പം ഈ ജനങ്ങളുടെ അജ്ഞത മുതലെടുക്കുകയാണ്. മാത്രമല്ല, ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള താല്പര്യമില്ലായ്മ. ജനങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണ്? നമ്മുടെ സ്വത്താണ് ഈ നഷ്ടപ്പെടുന്നത് മുഴുവൻ. ഇതൊരു കർത്തായ്ക്കും അതുപോലെ കുറെ രാഷ്ട്രീയക്കാർക്കും ഉണ്ട് തിന്നാനുള്ളതല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക്, പാവങ്ങൾക്കും അതുപോലെ സാധാരണക്കാർക്കും ഒക്കെ വേണ്ടതാണ് ഇത് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബോധം, ഒരു അവബോധം മനുഷ്യന് വേണ്ടേ? അത് ജനങ്ങൾക്കില്ല, ഒരിക്കലും ഇല്ല. എത്രയൊക്കെ അഴിമതി നടത്തിയാലും ഇതിന് കീജയെ വിളിക്കാനും കുറെ എണ്ണത്തിനെ ചെലവും കൊടുത്ത് തെരുവുകളെ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. രാഷ്ട്രീയ പാർട്ടികൾ ഈ രീതിയിൽ അധപ്പതിക്കാൻ പാടില്ല.